പുസ്തകം ആ സബ്ജക്റ്റ് വേണമെന്ന് വെച്ചേ ഗവൺമെൻറ്, നമുക്കൊന്ന് പൗരബോധം വേണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോൾ എല്ലാത്തിനും നമ്മുടെ നാട്ടിൽ കൾച്ചറിൻ്റെ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് വരാനുണ്ട്. എഡ്യൂക്കേഷൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുമ്പോൾ കൾച്ചറിൽ നമ്മൾ കൊള്ളമില്ല, ഏറ്റവും മോശം നമ്മളാണ്. സാക്ഷരത കൂടുതലാണ്, കൾച്ചറില്ല. അത് വിദ്യാഭ്യാസത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു കൾച്ചറിന്റെ അഭാവം ഉള്ളത് കൊണ്ടാണോ നമ്മുടെ കുട്ടികൾ ഇത്രയും മൈഗ്രേറ്റ് ചെയ്യുന്നത്? അതല്ല, മൈഗ്രേറ്റ് ചെയ്യാൻ കാരണം ഇവിടെ ജോലിയില്ല, പഠിക്കാൻ സാധ്യത. പിന്നെ സെൽഫായിട്ട് തുടങ്ങാനുള്ള ധൈര്യവും നമ്മൾ സ്കൂളിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. നമുക്ക് സ്കൂളിൽ വിദ്യാഭ്യാസം തന്നെ നമുക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഒരു വിഷയങ്ങളും കാര്യങ്ങളും ഊർജവും അവർക്ക് വിദ്യാഭ്യാസം കിട്ടണ്ടേ, അതിവിടെ ഇല്ല. ഇവിടെ ചരിത്രം പഠിപ്പിച്ചു, അത് പഠിപ്പിച്ചു, ഇത് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞതല്ലാതെ A+B സ്കൂൾ എന്നൊക്കെ പഠിപ്പിക്കുന്നു അല്ലാതെ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പഠിപ്പിക്കാനില്ല. അതെ, തീർച്ചയായിട്ടും ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഉപയോഗം എന്താണ്? നിത്യജീവിതത്തിലേക്ക് കണക്ട് ചെയ്യുന്ന വിദ്യാഭ്യാസ രീതി നമ്മുടെ നാട്ടിൽ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് സബ്ജക്റ്റ് സിവിക് എന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അതിന് പൗരബോധം പഠിപ്പിക്കുകയായിരുന്നു. ഓ, ഇറ്റ് വാസ് എക്സലന്റ് തിങ്. നമ്മുടെ നാട്ടിൽ പഠിക്കേണ്ട ഏറ്റവും വലിയ സാധനമാണ് അത്. കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് അത് എടുത്ത് പുസ്തകം ആ സബ്ജക്റ്റ് വേണമെന്ന് വെച്ചേ ഗവൺമെൻറ്, നമുക്കൊന്ന് പൗരബോധം വേണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. ഇതൊക്കെ വിദ്യാഭ്യാസം ബാധിക്കുക അവസാനമായിട്ട്.